നമസ്കാരം. നിങ്ങളുടെ ഗൃഹത്തിലെ തുളസിത്തറയിലുള്ള തുളസി അകാരണമായി ഉണങ്ങിയോ വാടിയോ ഇതെല്ലാം അനർത്ഥങ്ങളുടെ അശുഭലക്ഷണങ്ങളുടെ സൂചനയാവാം. ഗൃഹങ്ങളിൽ ഒരു തുളസിച്ചെടിയെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അത്രത്തോളം ഈശ്വരാംശവും ഔഷധമൂല്യങ്ങളും ചേർന്നതാണ് തുളസി. ആരുടെ വീട്ടുവളപ്പിലാണ് തുളസി ധാരാളമായി വളരുന്നത് അവിടെ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചവരെ നശിപ്പിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നുമാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത്. പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുളസി. മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മീ ദേവിയാണ് തുളസിയെന്നാണ് വിശ്വാസം. ഭാഗവതത്തിൽ ഈ കാര്യം പറയുന്നുമുണ്ട്. ഐതിഹ്യം ഇതാണ്: സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും മഹാവിഷ്ണുവിൻ്റെ പത്നിമാരായിരുന്നു. ഇവർ സല്ലാപമഗ്നരായിരിക്കെ ലക്ഷ്മി ദേവി കാമാർത്തയായി മഹാവിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി മന്ദഹസിച്ചുവത്രേ. ഇത് കണ്ട സരസ്വതിയും ഗംഗയും കോപാകുലരായി ലക്ഷ്മി ദേവിയെ ശപിച്ചു. ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്നായിരുന്നു ശാപം. തുടർന്ന് ലക്ഷ്മി ദേവി തുളസിയായി ജന്മമെടുക്കുകയും ശ്രേഷ്ഠ പുഷ്പമായി മാറിയെന്നുമാണ് പറയുന്നത്. തുളസി ചെടി അകാരണമായി ഇല കൊഴിയുകയോ വാടുകയോ ഉണങ്ങിപ്പോവുകയോ ചെയ്താൽ ഗൃഹത്തിൽ അനർത്ഥങ്ങൾ വരുവാൻ പോകുന്നു എന്നാണ് പറയുക. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തുളസിച്ചെടി വേരോടെ പിഴുതെടുത്ത് വെള്ളത്തിൽ മുക്കിവെച്ച് ഏതെങ്കിലും ജലാശയങ്ങളിൽ ഒഴുക്കുന്നതാണ് ഉത്തമമായ പ്രതിവിധി. തുളസിച്ചെടിയെ ഒരിക്കലും ഉണങ്ങിപ്പോകുവാൻ അനുവദിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നീട് അതേ സ്ഥാനത്ത് മറ്റൊരു തുളസിച്ചെടി തീർച്ചയായും നടുകയും ചെയ്യേണ്ടതാണ്. പണ്ട് ഒട്ടുമിക്ക ഗൃഹങ്ങളിലും തുളസിത്തറയുണ്ടായിരുന്നു. ഒരു ശ്രേഷ്ഠ പുഷ്പമായി ആരാധിക്കുന്നതിൻ്റെ ഭാഗമായാണ് തുളസിത്തറകൾ ഒരുക്കിയിരുന്നത്. വാസ്തുപ്രകാരം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വരുന്നത് ആ വീടിൻ്റെ പ്രധാന വാതിലിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രധാന വാതിലിനു നേരെ മുന്നിലായി മുറ്റത്ത് തുളസിത്തറയിൽ തുളസിച്ചെടി നടണമെന്ന് പറയുന്നത്. പുറത്തുനിന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വായു തുളസിച്ചെടിയിൽ തട്ടുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളും വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും. രാമതുളസി, കൃഷ്ണതുളസി, കാട്ടുതുളസി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള തുളസികളുണ്ട്. കരിഞ്ഞ തുളസിയാണെങ്കിൽ പോലും നിലത്ത് വീണാൽ ചവിട്ടരുതെന്നാണ് പറയുന്നത്. അത്രത്തോളം പവിത്രമാണ് ഈ പുഷ്പം. അതുപോലെ തുളസിത്തറയിൽ എന്തെങ്കിലും തരത്തിലുള്ള പുല്ലുകളോ കളകളോ ഉണ്ടെങ്കിൽ അത് നിത്യേന പറിച്ച് വൃത്തിയാക്കേണ്ടതാണ്. എച്ചിലുകളോ മലമൂത്ര വിസർജനങ്ങളോ തുളസിത്തറയ്ക്ക് ചുറ്റുമോ അടുത്തോ പാടുള്ളതല്ല. ക്ഷേത്രങ്ങളിൽ പൂജാപ്രസാദമായി തരുന്ന തുളസി ചെവിയിൽ വയ്ക്കുന്നത് ആധ്യാത്മികമായും ശാസ്ത്രീയമായും വളരെ നല്ലതാണ്. തുളസിയിലുള്ള ഔഷധ ഘടകങ്ങൾ ശരീരത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതായത് തുളസി നടുന്നതിനൊരു ശാസ്ത്രീയമായ പിൻബലം കൂടെയുണ്ടെന്ന് സാരം. ഇനി തുളസിച്ചെടി നടുമ്പോൾ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുക. മാലിന്യങ്ങൾ ഒഴുകുന്ന ഭാഗങ്ങളിൽ തുളസിച്ചെടി വളർത്തരുത്. അതായത് ശുചിമുറി, ഓട, അഴുക്കുചാലുകൾ എന്നിവയ്ക്ക് സമീപം തുളസി വളർത്തുവാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നും മാറ്റി നടുവേണ്ടതാണ്. തുളസിച്ചെടി പിഴുതെടുക്കുമ്പോൾ പറിച്ചെടുക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു വേണം പറിക്കുവാൻ. തുളസ്യാഹരണ മന്ത്രം ജപിക്കാൻ ശ്രമിക്കേണ്ടതാണ്. തുളസ്യാഹരണ മന്ത്രം ഒന്ന് കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. തുളസ്യമൃത ജന്മാസി സദാത്വം കേശവപ്രിയ കേശവാർത്ഥം ചിനോമിത്വം ക്ഷമസ്വ ഹരിവല്ലഭേ. ഇനി അനാവശ്യമായും അശുദ്ധിയോടെയും തുളസിയില പറിക്കരുത്. രാത്രി, ഞായറാഴ്ച, സന്ധ്യാനേരം, അമാവാസി, ഗ്രഹണകാലം, സംക്രാന്തി, ഏകാദശി എന്നീ ദിവസങ്ങളിലോ സമയങ്ങളിലോ തുളസിയില പറിക്കുവാൻ പാടുള്ളതല്ല. ഇനി തുളസിയില മറ്റു പൂക്കളോടൊപ്പം വയ്ക്കരുത്. തുളസിച്ചെടി നിങ്ങളുടെ ഗൃഹങ്ങളിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ശ്രേഷ്ഠമായ ഒന്നാണ്. ഇനി സാധ്യമാവുമെങ്കിൽ എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രങ്ങളോടെ തുളസിയെ പ്രദക്ഷിണം ചെയ്യുകയും സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുന്നതും ഉത്തമമാണ്. തുളസിയെ പൂജിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രമുണ്ട്.
ശ്രദ്ധിച്ചോളൂ. മഹാപ്രസാദജനനി സർവസൗഭാഗ്യവർദ്ധിനി ആദിവ്യാധിജരാമുക്തം തുളസീത്വം നമോസ്തുതേ. വളരെ എളുപ്പമാണ്, ഇത് ചൊല്ലാൻ ശ്രമിക്കുക. ദിവസവും ചൊല്ലിയാൽ അത്രയും നന്നായി. പെൺകുട്ടികളുടെ വിവാഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം നേരിടുകയാണെങ്കിൽ ആ പെൺകുട്ടി ഒരു തുളസിച്ചെടി വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിൽ നട്ട് പരിപാലിച്ചാൽ വിവാഹ തടസ്സം മാറുമെന്നാണ് വിശ്വാസം. അത്രയും ശ്രേഷ്ഠമായ ഗുണപ്രധാന ഫലാർഹമായ ഒരു ചെടിയാണ് തുളസിച്ചെടി. അതുകൊണ്ട് ഇന്നു തന്നെ തുളസിച്ചെടി വീട്ടിലില്ലെങ്കിൽ, ഗൃഹത്തിലില്ലെങ്കിൽ ഒരു തുളസിച്ചെടി വാങ്ങുകയോ കണ്ടെത്തുകയോ ചെയ്ത് അത് നട്ട് പരിപാലിക്കാൻ ശ്രമിക്കൂ. തുളസിയെ പൂജിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന മന്ത്രം കൂടി ചൊല്ലി ശുദ്ധിയോടെ ചെയ്യുകയാണെങ്കിൽ ഫലം സുനിശ്ചിതമാണ്. ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. രോഗവ്യാധികളിൽ നിന്നും മുക്തമായിരിക്കും. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.